ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഡു വൈൽ ലൂപ്പ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റ്. അതിനകത്തുള്ള ഇൻഡെഫിനിറ്റ് ലൂപ്പ്, ഡെഫിനിറ്റ് ലൂപ്പൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഇൻഡെഫിനിറ്റ് ലൂപ്പിനകത്ത് വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്തുള്ള ഇൻഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ള ഡു വൈൽ ലൂപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഡു വൈൽ ലൂപ്പ്, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, എക്സാമ്പിൾ, സിൻടാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കമ്പയറിങ് ടു വൈലിനകത്ത് നമ്മൾ ആദ്യം കമ്പാരിസൺ ചെയ്യും. അതായത് ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്നാൽ ഡു വൈലിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. എന്നിട്ടാണ് പിന്നീട് അത് ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതായത് എന്തായാലും ഒരു പ്രാവശ്യം അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും ഡു വൈലിൻ്റെ കേസിൽ. എന്നാൽ വൈൽഡ് കേസിൽ ഒരിക്കലും ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്നേ ഇല്ല. അതാണ് അതിൻ്റെ തമ്മിലുള്ള ഒരു വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡു വൈൽ ലൂപ്പ് ഐട്രേറ്റ് ദ എലമെൻറ്റ്സ് ഫോർ ദ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് സിമിലർ ടു ദ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് പോലെ തന്നെ ഡു വൈൽ ലൂപ്പും ഇൻഫിനൈറ്റ് ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ഈസ് വൺ ഡിഫറൻസ് ഫ്രം ദ വൈൽ ലൂപ്പ്. പക്ഷെ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇറ്റ് ഗെറ്റ് എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് വെദർ ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫാൾസ്. ആ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നതിനനുസരിച്ച് മിനിമം ഒരു ടൈമെങ്കിലും എന്ത് ചെയ്യും, ട്രൂ ആയാലും ശരി ഫാൾസ് ആയാലും ശരി, അങ്ങനെയാണ്. ട്രൂ ആയാലും ശരി ഫാൾസ് ആയാലും ശരി, വൺ ടൈം എന്തായിരിക്കും നമ്മളുടെ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് ഡു വൈൽ വെൻ ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഈസ് നോട്ട് ഫിക്സ്ഡ്. എത്ര പ്രാവശ്യം ഐട്രേഷൻ നടക്കണമെന്ന് ഫിക്സ് ചെയ്യാത്ത കേസുകൾ, അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ഐട്രേഷൻ നമുക്ക് ഒരിക്കലും ബിഗിനിങ്ങിൽ അറിയാൻ കഴിയുന്നില്ല. വൈലിൻ്റെ കേസിലും ഡു വൈലിൻ്റെ കേസിലും നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒന്നാമത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും നമുക്ക് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളും നമ്മൾ ഈ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലൂപ്പിനെ അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഡു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഡു ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. വൈൽ ലൂപ്പിൻ്റെ കേസിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ലൂപ്പിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി സിൻടാക്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ഡു ആണ് ഫസ്റ്റ് കോഡ്. പിന്നെ കേളി ബ്രേസിനകത്ത് കോഡ് കൊടുക്കും, എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് എന്താണ് അത് കൊടുക്കും. അതിന് ശേഷമാണ് ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വൈൽ കണ്ടീഷൻ സെമി കോളൻ കൊടുക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ കേളി ബ്രേസൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഡുവിൻ്റെ മുന്നൊരു കേളി, വൈലിൻ്റെ കണ്ടീഷനൊക്കെ കഴിഞ്ഞിട്ട് കേളി, അങ്ങനെ ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണോ ഫോമാറ്റ് പറഞ്ഞിട്ടുള്ളത് അത് ഫോളോ ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിനകത്ത് എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. ഫസ്റ്റ് ഡു ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും നമ്മൾ ആദ്യം തന്നെ അങ്ങ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പിന്നീടാണ് നമ്മൾ കണ്ടീഷനിലേക്ക് വരുന്നത്. കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ തിരിച്ച് വീണ്ടും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെയും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. എവിടെയാണോ ആ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് ആ ടൈമിൽ അതങ്ങ് ടെർമിനേറ്റ് ചെയ്ത് പോരുകയും ചെയ്യും. The do while loop start executing the statement without checking any condition for the first time. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ആ ഒരു എക്സിക്യൂഷൻ നടക്കുന്നതെന്നാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡു വൈൽ ലൂപ്പ് നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെയാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. After the execution of the statement and update of the variable value, it start evaluating the condition. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെ എന്തെങ്കിലും വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഐ എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ വേരിയബിളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ഡേഷനോ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഡിക്രിമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇൻക്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. If the condition is true, the next iteration of the loop start execution. കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും, അത് സ്റ്റാർട്ട് ചെയ്യും. If the condition is false, the loop get terminated. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമ്മൾ ആ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും.
വിച്ച് എൻഡ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ലൂപ്പ്. അങ്ങനെ ആ ഒരു ലൂപ്പിൻ്റെ ലൈഫ് സൈക്കിൾ അവിടെ അവസാനിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിനകത്തൊരു ഡു വൈലിനകത്ത് ഓപ്പറേഷൻ നടക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഈ സിൻടാക്സ് ആണ് ഇവിടെ പണി കിട്ടുക. കാരണം പലർക്കും കൺഫ്യൂഷൻ വരും. കാരണം വൈലിൻ്റെ സിൻടാക്സും ഡു വൈലിൻ്റെ സിൻടാക്സും തമ്മിലുള്ള ഡിഫറൻസ് കാരണം പലരും അത് ചെയ്യുമ്പോൾ പല ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഡു ആണെങ്കിൽ എങ്ങനെ കേളി ബ്രേസ് കൊടുക്കണം, എവിടെ സെമി കോളൻ ഇടണം. കാരണം വൈലിൻ്റെ കേസിൽ ആ കണ്ടീഷൻ കഴിഞ്ഞിട്ട് സെമി കോളൻ ഇല്ല. നിങ്ങൾ ആ 2 വീഡിയോസും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡു വൈലിൻ്റെ കേസ് വരുമ്പോൾ അവിടെ സെമി കോളൻ ഉണ്ട്. അതേപോലെ കേളി ബ്രേസ് കൊടുത്ത സ്റ്റൈൽ അതൊക്കെ നല്ല മാറ്റമുണ്ട്. അതായത് ആ ഒരു അലൈൻമെൻറ്റിൽ എവിടെയാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ സിൻടാക്സിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെയാണ് പലരും മിസ്റ്റേക്കുകൾ വരുത്തുന്നത്. അപ്പോൾ ഒരിക്കലും അതൊന്നും ചെറിയൊരു കാര്യമല്ല, പ്രോഗ്രാമിനെ തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം സിൻടാക്സ്. ഇനി നമുക്ക് എക്സാമ്പിളും കൂടെ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio ഡോട്ട് എച്ച്, ഹാഷ് ഇൻക്ലൂഡ് conio ഡോട്ട് എച്ച്, വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതൊരു ഇൻറ്റീജറാണ്, ഐ ആണ് വേരിയബിൾ, അതൊരു ഇൻറ്റീജർ ടൈപ്പാണ്. പ്രിൻ്റ് ഓഫ് ഈവൻ നമ്പർ അപ് ടു 20. നമുക്ക് 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന് ഒന്ന് അങ്ങ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 0 തൊട്ടാണ് ആദ്യം തുടങ്ങുന്നത്. ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനങ്ങ് 0 പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഡു പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഐ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ഐ അങ്ങ് പ്രിൻറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഐ ഈക്വൽ ടു i+2 ആണ്. അപ്പോൾ 0 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്തായി, 2 ആയി. ഇനിയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അതായത് ആ 2 എന്ന് പറയുന്ന വാല്യൂ 20യേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ വീണ്ടും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണ് സെമി കോളൻ ഒന്നാമത്തെ കാര്യം. പിന്നെ ആ വേരിയബിളിൻ്റെ അപ്ഡേഷൻ, അതായത് ഇൻക്രിമെൻറ്റ് ചെയ്തു ഇവിടെ. അത് +2 ആണ് ചെയ്തത് കേട്ടോ, അഡീഷൻ. അപ്പോൾ അത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതിന് മുന്നേ നമ്മൾ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്തു, ഐ പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 20നേക്കാൾ ചെറുതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ 2 പ്രിൻറ്റ് ചെയ്തു. പിന്നെ i+2 ചെയ്തു. അപ്പോൾ 4 ആയി. ആ 4 20നേക്കാൾ ചെറുതാണ്. പിന്നെയും പ്രിൻറ്റ് ചെയ്തു. പിന്നെയും +2 ചെയ്തു. അപ്പോൾ 6 ആയി. പിന്നെ 8 ആയി. പിന്നെ 10 ആയി. അങ്ങനെ ഏത് വരെ പോകും, 20 വരെ പോകും. 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ 22-ലെത്തുമ്പോഴാണ് പിന്നെയും +2 ചെയ്യുമ്പോൾ 22 ആവും. അപ്പോൾ 22 ആകുമ്പോൾ നമ്മൾ 22 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുമ്പോൾ അത് ഫാൾസ് ആവും. അതോടുകൂടി ആ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്ത് വരികയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പിനകത്ത് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്, അത്ര സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിൻടാക്സിൻ്റെ അടുത്ത് പലർക്കും പ്രശ്നം വരാറുണ്ട്. കാരണം മറ്റ് സിൻടാക്സുകളെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ പേരിൽ പലർക്കും അവിടെ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. പിന്നെ ലോജിക്കൊന്നും വലിയ പ്രശ്നമില്ല. വൈൽ ലൂപ്പിനകത്തായാലും ശരി, ഫോർ ലൂപ്പിനകത്തായാലും ശരി, ഡു വൈലിനകത്തായാലും ശരി, എല്ലാം സിമിലറായ ലോജിക്കാണ് വരിക. പിന്നെ ഈ ഒരു സിൻടാക്റ്റിക്കലി കറക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അത്രയും ഇഷ്യൂസാണ് പലപ്പോഴും വരാറുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ